നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കണം എന്ന് പറയും. സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിഷ്നെസ് അല്ല കേട്ടോ. നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് നമുക്ക് ആവശ്യം? ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്കൊരു ഡോക്ടറെ ചിലരുണ്ട് കേട്ടോ, ഞാൻ ഏറ്റവും എളുപ്പം മനസ്സിലാക്കണം. സ്വന്തം പ്രശ്നങ്ങളും ആരോഗ്യത്തിനെക്കുറിച്ച് നോക്കില്ല, ഒരു ഡോക്ടറെ കാണാൻ പറഞ്ഞാൽ പോവില്ല. എല്ലാവരും ഓക്കെ, എല്ലാവരെയും റെഡിയാക്കിയിട്ട് അവരെ നോക്കുന്നതിന് അവരിങ്ങനെ മാറി നിൽക്കും. അതുമാതിരി ഇനി അവനവനുള്ള ഒരു നല്ല ഡ്രസ്സോ സാധനങ്ങളോ വാങ്ങില്ല, എല്ലാവർക്കും നല്ല കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. എനിക്കിങ്ങനെയൊക്കെ മതിയെന്നേ, അതൊന്നും സാരില്ല. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും നല്ലതുപോലെ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ സാരമില്ല, ഈ കഞ്ഞിയും ഉപ്പേരിയും കിട്ടിയാലും മതി, ഞാൻ ഓക്കെയാണ്. അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എടുക്കാനോ, ഇനിയിപ്പോൾ ഇപ്പോൾ നോൺ വെജ് ഫുഡാണോ ഫിഷോ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്കത് വേണ്ട, എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് നമുക്ക് ആ പൊട്ടും പൊടിയും മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന മാതിരി അങ്ങനെ കാണാറുണ്ടല്ലോ നമ്മൾ ലൈഫിൽ. അങ്ങനെയല്ല, നമുക്ക് വേണ്ട ഫുഡ്, നമുക്ക് വേണ്ട ഹെൽത്ത് ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉറക്കം വേണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ വേണം. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം. പിന്നെ ഈ ടെൻഷനാണല്ലോ ഒരു വലിയ പ്രശ്നം. ഈ ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. അതിൽ വല്ല കാര്യമുണ്ട്, ഞാൻ ഈ ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് ഇനി വല്ല കാര്യമുണ്ടോ? സോ ദർ സം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മിസ്റ്റേക്സ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യുകയാണ്, നമ്മൾ പഠിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ സംഭവം നടന്നത് കൊണ്ടല്ലേ എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ എനിക്ക് ഇവരെ കുറിച്ചിട്ടോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു? ഇല്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം നമുക്കതിന് മുന്നോട്ട് പോകാനാണ് നോക്കുന്നത്. ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല, പ്രശ്നങ്ങളെല്ലാവർക്കും ഉണ്ട്. അതിനെ എങ്ങനെ നമ്മൾ നേരിടുന്നു എന്നുള്ളതിലാണ് കാര്യം. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കുറച്ച് ശുദ്ധവായും കാര്യങ്ങളൊക്കെ കൊള്ളണം കേട്ടോ. ഈ അടച്ചിട്ട മുറിയിൽ എപ്പോഴും ഇരിക്കുന്ന സമയത്താണെങ്കിലും ബുദ്ധിമുട്ടാണ്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇഷ്ടം പോലെ ശബ്ദം കേൾക്കുന്നുണ്ടാവില്ല, കിളികളുടെ വല്ലാത്ത ശബ്ദം ഉണ്ടാക്കലാണ് കേട്ടോ ഇവർ, സോറി. പിന്നെന്താ വെച്ചാൽ അത് നേച്ചറാണ്, ഞാനല്ല ചെയ്യുന്നത്, അത് അവരുടെയാണ്. ഞാൻ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അവർക്കിപ്പോൾ എൻ്റെ കൂടെ സംസാരിക്കണമെന്ന് തോന്നി, അവരും സംസാരിക്കണം. മേ ബി അവരുടെ ഒരു ടൈമാവും. ഞാനപ്പോൾ അകത്തൊന്നും ഇരിക്കാതെ എനിക്ക് തോന്നി കുറച്ചും കൂടി പുറത്ത് വന്നിരുന്ന് എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് കുറച്ചും കൂടി കൂളായിട്ട് എനിക്ക് ചെയ്യണം. അപ്പം നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള കുറച്ച് സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം. നിങ്ങൾ നട്ടൊരു ചെടി ഉണ്ടെങ്കിൽ അതിനടുത്ത് പോയി നിൽക്കുമ്പോൾ അതെല്ലാം ഭയങ്കര സന്തോഷമല്ലേ? കുഞ്ഞു മീനുകളെ വളർത്തുമ്പോൾ ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം. പ്രകൃതിയുമായിട്ട് കുറച്ച് സമയങ്ങൾ നിർബന്ധമായിട്ടും വേണം. എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മൾ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവിടെ കാണുന്ന ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന തോട്ടിനെ ഒന്ന് മാറ്റിത്തരും. അപ്പം എന്താ, നമുക്ക് ഇഷ്ടം പോലെ ചിന്തിക്കാനുള്ള കാര്യങ്ങൾ കിട്ടും. പുറമേ നിന്നുള്ള കാര്യങ്ങൾ. നമ്മുടെ ഉള്ളിൽ തന്നെ കുറേ നെഗറ്റീവ്സ് ആയിരിക്കുമ്പോൾ നമ്മൾ പുറമേലത്തെ കാഴ്ചകളിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഡൈവേർട്ടായിട്ട് മാറിപ്പോകാൻ നിൽക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മാറണം, ഒരേ ചിന്തകൾ വരുമ്പോൾ ഇതാവണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെ ഇനി മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഒരു മടി കൂടാതെ എടുക്കാനും നമുക്ക് സാധിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെക്കപ്പ് നടത്തണമെന്ന മാതിരി ഇന്നിപ്പോൾ ഒരു മെൻറ്ററെ കാണാൻ പോകാനോ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകാനോ അത്രയൊന്നും ആയിട്ടില്ല. പക്ഷേ നമ്മളുടെ ഒരു വെൽനെസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കുറേ നെഗറ്റിവിറ്റികൾ മനസ്സിനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം പുറത്തേക്ക് നമ്മൾ പറയില്ല, ഒരു ബിന്നിലേക്ക് വലിച്ചെറിയണ മാതിരി നമ്മൾ കളയണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് ചിന്തകളെ നോക്കുക. ഒരുപാട് ചിന്തകൾ, നെഗറ്റിവിറ്റികൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇതൊക്കെ എന്തിനാണ് ഞാൻ കൊണ്ടു നടക്കണത്? ഇത് വല്ല കാര്യമുണ്ടോ? ഇത് ഏറ്റിക്കൊണ്ട് പോകണോ? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഇതിന് ഇനി അത്യാവശ്യമുണ്ടോ? ഉപയോഗമില്ലാത്തതിനൊക്കെ കളയുക. അനാവശ്യമായ കാര്യങ്ങളെ നമ്മുടെ മൈൻഡിൽ നിന്ന് കളയാനാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളൊരു ക്ലീനിങ് പ്രോസസ്സ് ഇടയ്ക്കിടയ്ക്ക് നടത്തണം. എപ്പോഴും അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, ഓക്കെ അവരങ്ങനെ ചെയ്തു, നമ്മുടെ കയ്യിലല്ല, അവരങ്ങനെ ചെയ്തത് അവരുടെ പ്രശ്നമാണ്. അതിനെ എങ്ങനെ എടുക്കണമെന്നുള്ള ഞാൻ നോക്കണം. അവരുടെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്തു, എൻ്റെ അറിവുള്ളത് കൊണ്ട് ഞാൻ അതിനെ തിരിച്ചങ്ങനെ ചെയ്യാൻ നോക്കുന്നില്ല. ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, ഇഷ്ടപ്പെട്ട സിനിമ കാണുക, ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കുക, ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളോട് സംസാരിക്കുക, ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്യാം. ഇതെല്ലാം ഈ സെൽഫ് കെയറിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. പിന്നെ നമ്മൾ പറയും ഇതൊന്നും പറ്റില്ല, കൂട്ടുകാരില്ല, അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങൾ പറയും നല്ല അസലായിട്ട് എണ്ണയൊക്കെ എടുത്തിട്ട് മേലൊക്കെ നന്നായിട്ട് തേച്ച് നന്നായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് കുളിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളും നമ്മുടെ ബോഡിയും തമ്മിലുള്ള ഒരു റിലാക്സേഷൻ മോഡ് വരേണ്ടത് അത്യാവശ്യമാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്കിവിടെ കിട്ടിയിട്ടുള്ള എല്ലാറ്റിനും ഞാൻ നന്ദി പറയുകയാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് മോഡിലേക്ക് നമ്മൾ വരുന്നത് നല്ലതാണ്. ഇത് വളരെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്.